രാത്രി ലൈവിലെ സായും അഭിഷേക് ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ നോറ സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് പണപ്പെട്ടിനെ കുറിച്ചാണ്. ആർക്കായിരിക്കും പണപ്പെട്ടി, ആർക്കാണ് വേണ്ടത്, ആരായിരിക്കും എടുക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ചർച്ച. അപ്പോൾ അഭിഷേക് അവിടെ ഇരുന്ന് പറയുന്നത് നമ്മുടെ ഋഷിയെ കുറിച്ചാണ്. ഋഷി പണപ്പെട്ടി എടുക്കില്ല എന്നൊരു കാര്യമാണ് അവിടെ അഭിഷേക് പറയുന്നത്. ഋഷിക്ക് വീട് അത്രയും അത്യാവശ്യമാണ്, ഇനിയും വാടക വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഋഷിക്ക് വീട് അത്രയും അത്യാവശ്യമാണ്. അപ്പം ഞാൻ അവനോട് പണപ്പെട്ടി എടുക്കാൻ പറഞ്ഞു, പക്ഷെ അവനെ പണപ്പെട്ടി വേണ്ട എന്നാണ് ഋഷി പറയുന്നത്. അവനെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്, അവൻ ഇതിന്റെ കപ്പെടുക്കും, വിജയിക്കുമെന്നാണ് അവൻ പറയുന്നത്. ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ഋഷിയെ തന്നെ വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഋഷി. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, നിനക്ക് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നീ പണപ്പെട്ടി എടുക്കുക എന്നുള്ളത്, പക്ഷെ അവൻ എടുക്കില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ അഭിഷേക് സായിയുടെ അടുത്ത്. അപ്പോൾ എന്നിട്ടും അഭിഷേക് പറയുന്നത് എനിക്കതാണ് മനസ്സിലാവാത്ത കാര്യം. ജിൻഡോ ചേട്ടന് ഓൾറെഡി സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്കറിയാം, നിനക്ക് ഓൾറെഡി നല്ല സപ്പോർട്ട് ഉണ്ട്, സിജോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, എനിക്കും നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഋഷി പണപ്പെട്ടി എടുക്കാതിരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് അഭിഷേക് അവിടെ പറയുന്ന കാര്യം. പിന്നെ പണപ്പെട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇനി ആരും എടുക്കും എന്നൊരു ചോദ്യം അവരവിടെ സംസാരിക്കുന്നുണ്ട്. അവിടെ സായി എടുക്കോ, സിജോ എടുക്കോ, ജാസ്മിൻ എടുക്കോ, അതോ ശ്രീധുവിന് താല്പര്യമുണ്ടോ എന്നൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. സായി പറയുന്നുണ്ട് ശ്രീധുവിന് താല്പര്യമുണ്ട്, ശ്രീധു ആലോചനയിലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജാസ്മിനെയും താല്പര്യമുണ്ട്, ജാസ്മിനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സിജോയും ഒക്കെ ആലോചനയിലാണ്. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ആർക്കും എത്തിയിട്ടില്ല, എല്ലാവരും അത് ചിന്തയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അവിടെ സായി പറയുന്നത്.